അൽഖുദ്ര ലൈക്കിൻ്റെ തീരത്തൊരു നോമ്പ് തുറ. ബാർബിക്യൂ ചെയ്യാനുള്ള ചിക്കൻ റെഡിയാക്കി. നോമ്പ് തുറക്കാൻ ആവശ്യമായതും എടുത്തു. ഇന്ന് ഞങ്ങളുടെ കൂടെ എൻ്റെ ഫ്രണ്ട് ഡോളിയും അവളുടെ ഹസ്ബൻഡ് മിഥുനുമുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം കണ്ടതുകൊണ്ട് കുറേയേറെ സംസാരിക്കാനുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ട്രിപ്പിൽ യാലി വളരെ ഹാപ്പിയായിരുന്നു, കൂടെ ഞങ്ങളും. 1 മണിക്കൂർ യാത്രയുണ്ടെങ്കിലും ഞങ്ങളുടെ സംസാരം കൊണ്ട് അവിടെ എത്തിയതേ അറിഞ്ഞില്ല. മരുഭൂമിയിൽ പച്ചപ്പുണ്ടാക്കുകയാണ് ദുബായ്. ഉള്ളോട്ട് പോകുന്തോറും കാഴ്ചയുടെ ഭംഗി കൂടിക്കൂടി വന്നു. മരുഭൂമിയുടെ നടുക്ക് ഇതുപോലെ മനോഹരമായൊരു ലേക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ഭുതകരമായ കാര്യമാണ്. പോകുന്ന വഴിക്ക് ഇതുവരെ കാണാത്ത കുറേ മൃഗങ്ങളെയും പക്ഷികളെയും ഞങ്ങൾ കണ്ടു. ഒറ്റക്കാലിൽ നിൽക്കുന്ന കുറേ പക്ഷികൾ ഇവിടെ കാണാം. ഒരരയണ്ണൻ ഞങ്ങൾക്കരികിലോട്ട് വന്നു. അതിന് കൊടുക്കാൻ ആവശ്യമായ തീറ്റയും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അരയണ്ണത്തിനെ കണ്ടതോടെ യാലിക്ക് തീറ്റ കൊടുക്കാൻ ആവേശമായി. യാലി ഭയങ്കര ഹാപ്പിയായിരുന്നു. പക്ഷികളെ കണ്ടും അവ പറക്കുന്നത് നോക്കിയും കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായി ലവ് ലേക്കിലോട്ട് എത്തി. ഇവിടെയും നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു. മീനും വെള്ളവും. യാലിമോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. ലേക്കിന് കുറുകെയുള്ള നടപ്പാതയും വേറിട്ടൊരു അനുഭവമായിരുന്നു. കുറച്ചധികം സമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. നല്ലൊരു സ്പോട്ട് നോക്കി ഞങ്ങൾ ടെൻറ്റ് സെറ്റ് ചെയ്തു. ഇത് യാലിയുടെ കുഞ്ഞു വീടാണെന്ന് പറഞ്ഞ് ഫുൾ ടൈം ടെൻറ്റിനുള്ളിലായിരുന്നു യാലി. നോമ്പ് തുറന്നു. ബാർബിക്യൂവിൻ്റെ പരിപാടിയും തുടങ്ങി. ഫ്രണ്ട്സൊക്കെയായി ഇതുപോലെ ഇടയ്ക്കൊന്ന് പുറത്തു പോയാൽ മെൻ്റലി നമ്മൾ വളരെ ഹാപ്പിയാകും. ദുബായിലെ ഈ തണുപ്പിൽ ചൂടുള്ള ചിക്കനും കഴിച്ച് കുറേ നേരം സംസാരിച്ച് ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു.